ദൈവത്തിന്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പുതുപ്പിറവിക്കായിട്ടുള്ള നമ്മുടെ ഒരുക്കങ്ങൾ ഏതാണ്ട് അതിന്റെ പൂർണ്ണതയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ നോമ്പിന്റെ 24-ാം ദിനത്തിലേക്ക് നാം ഓരോരുത്തരും പ്രവേശിക്കുകയാണ്. ഇന്നത്തെ അല്പസമയത്തെ ധ്യാനത്തിനായിട്ട് നാം തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം. യോഹന്നാൻ 1:14. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്നും ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. വചനം മാംസമായി നമ്മളുടെ ഇടയിൽ വസിച്ചു എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു താൻ ആയിരുന്ന അവസ്ഥ ഉപേക്ഷിച്ച് നമ്മളുടെ രക്ഷയ്ക്കായി ഇറങ്ങി വന്നു എന്നതാണ്. സാധാരണ മനുഷ്യർക്ക് അത് ചിന്തിക്കുവാൻ പോലും ആകാത്തൊരു കാര്യം. ദൈവം നമ്മോടുള്ള സ്നേഹത്തെ പ്രതി മനുഷ്യരൂപം സ്വയം ഏറ്റെടുക്കുകയാണ്. ക്രിസ്മസ് എന്നാൽ തന്നെ ദൈവം സ്വർഗത്തിൽ നിന്നിറങ്ങി ഈ ഭൂമിയിൽ നമ്മളുടെ ഇടയിൽ നമ്മെപ്പോലെ ചിന്തിക്കുകയും സ്നേഹിക്കുകയും സ്നേഹിക്കപ്പെടുകയും ചെയ്യാനായി ഒരു സ്ത്രീയുടെ ഉദരത്തിൽ ജാതനാവുകയാണ്. ഈ ക്രിസ്മസ് നമുക്ക് നൽകുന്ന സന്തോഷം വർഷങ്ങളോളം ആയി നാം കേൾക്കുന്നതാണ്. എന്നാൽ എന്തായിരിക്കും ക്രിസ്തു നമ്മളിലേക്ക് ഇറങ്ങി വന്നതിന്റെ ലക്ഷ്യം? നമ്മോടുള്ള അടങ്ങാത്ത സ്നേഹത്തിന്റെ പ്രതീകമായി നമുക്കതിനെ കാണുവാൻ സാധിക്കും. യോഹന്നാൻ 3:16 പറയുന്നു, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. എന്നാൽ നാമോ ദൈവത്തെ അറിയാതെ സ്നേഹിക്കാതെ ഈ ലോകത്തെ ജീവിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പിതാവാം ദൈവത്തിന്റെ മനസ്സ് എത്രമാത്രം വേദനപ്പെടുന്നുണ്ടാവും എന്ന് നാം ചിന്തിക്കാറുണ്ടോ? നമ്മോട് കരുണ കാണിക്കുന്നവരെ, നമ്മളെ സ്നേഹിക്കുന്നവരെ, നമ്മുടെ പ്രതിസന്ധിയിൽ ഒരു കൈ താങ്ങുന്നവരെ നാം മറന്നു പോവുകയാണ്. നമ്മുടെ ജീവിതയാത്രയിൽ സാത്താൻ നമ്മളെ പ്രതിസന്ധികളിലൂടെ കടത്തിവിടുമ്പോൾ സാരമില്ല, ഞാൻ കൂടെയുണ്ടെന്ന് പറയുന്ന യേശുക്രിസ്തുവിന്റെ വലിയ സ്നേഹത്തെ നാം എല്ലാം അനുഭവിച്ചിട്ടുള്ളതാണല്ലോ. ആ ക്രിസ്തുവിന്റെ നിഴലായി ജീവിക്കുവാൻ തക്കവണ്ണം ഈ ക്രിസ്മസ് കാലത്ത് നമുക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യനായ ദൈവമേ, സ്വർഗീയ പിതാവേ, കർത്താവേ, ആയുസിന്റെ ഒരു ദിവസം കൂടി ഞങ്ങൾക്ക് നൽകി തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾക്ക് തന്ന എല്ലാ ദാനങ്ങൾക്കുമായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അവിടത്തോട് ചേർന്ന് അവിടുത്തെ നന്മകളെ തിരിച്ചറിഞ്ഞ് ഒരിക്കലും മറന്നു പോകുവാൻ ഇടയാകാതെ അവിടത്തോട് എപ്പോഴും സ്തോത്രം ചെയ്യുന്ന കുഞ്ഞുങ്ങളായി, പൈതങ്ങളായി ഞങ്ങളെ അവിടുന്ന് മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ക്രിസ്മസ് വളരെ അനുഗ്രഹമുള്ളത് ക്രിസ്മസായി തീരുവാൻ തക്കവണ്ണം കർത്താവ് അവിടുന്ന് ഇടയാക്കണം. അവിടുന്ന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ തുറക്കണമാറാകണമേ. ആമേൻ.